പ്രവാചകൻ ജനിച്ചു എന്ന് പറയപ്പെടുന്ന അനുമാനിക്കപ്പെടുന്ന ഒരു പ്രദേശമായിരുന്നു ആ കാണുന്ന മക്കത്തു മുക്കറമ എന്ന് എഴുതിയ മക്കയിലെ ഒരു ലൈബ്രറിയാണ് ഇപ്പൊ അത് സ്ഥാപിച്ചിട്ടുള്ളത്. പഴയ രീതിയിൽ ചെറിയ പൊളിഞ്ഞു ചാടിയ ഒരു വീട് അവിടെ പഴയ കാലത്തുണ്ടായിരുന്നു. ആദ്യമൊക്കെ വന്ന ആളുകൾക്ക് അറിയാം. അപ്പൊ ആളുകൾ ഹറമിൽ നിന്ന് അതിലേറെ മഹത്വവൽക്കരിച്ചുകൊണ്ട് പ്രവാചകന്റെ ജനനം നടന്ന പ്രദേശം എന്ന നിലയ്ക്ക് അവിടെ പോയി സുജൂദ് ചെയ്യുകയും അവിടുത്തെ ബർക്കത്തെടുക്കലൊക്കെ ആയപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റ് അങ്ങോട്ട് പ്രവേശനമില്ലാത്ത രീതിയിൽ അത് വളച്ചു കെട്ടുകയും അത് പിൻകാലത്ത് ഒരു ലൈബ്രറിയായി സ്ഥാപിക്കുകയും ചെയ്തതാണ്. ഇവിടെയാണ് ജനിച്ചത് എന്ന് പറയപ്പെടുന്നു. അല്ലാഹു ആലം. അതിന്റെ പരിസരത്ത് കാണുന്ന ആ ബോട്ടിൽ അത് സംസം കിണറിന് വെള്ളം നേരെ പമ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് ഫിൽട്ടർ ചെയ്യാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംസം കിണറിന്റെ ഭാഗമാണ്. തൊട്ടടുത്ത് കാണുന്ന നഫക്കുകളൊക്കെ മിനയിലേക്ക് നടന്നു പോകാനുള്ള നഫക്കുകളാണ്, ഗുഹകളാണ്. അതിന്റെ മുകളിൽ കാണുന്ന ഈ മലയാണ് ഷാബ് അബി താലിബ്, അബൂ ഖുബൈസ് എന്ന് പറയുന്ന അബൂ താലിബിന്റെ ഷാബ് ഏരിയ എന്ന് പറഞ്ഞിട്ട് അബൂ ഖുബൈസ് മല. നമുക്കറിയാം 3 വർഷക്കാലം മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ ഇവിടുത്തെ പ്രഗത്ഭരായ ആളുകൾ വിലക്ക് ഏർപ്പെടുത്തുകയാണ്, ഉപരോധം ഏർപ്പെടുത്തുകയാണ്. ആ ഉപരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പ്രവാചകനും പ്രഗത്ഭരായ പ്രവാചകന്റെ കുടുംബമിത്രാദികളും ഒക്കെ കഴിഞ്ഞുകൂടിയിരുന്ന പ്രദേശമാണ് ഷാബ് അബി താലിബ് എന്ന് പറഞ്ഞ ജബൽ ഖുബൈസ്. ഈ കാണുന്ന മലയായിരുന്നു അത്. അവിടെയാണ് 3 വർഷം പട്ടിണിയും പ്രയാസവുമായിട്ട് കഴിഞ്ഞുകൂടിയത്. ആട് കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പച്ചലകൾ തിന്നിട്ടും അതുപോലെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കായ്ക്കനികളൊക്കെ ഭക്ഷിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കൊല്ലക്കാലം ആ മലയുടെ മുകളിൽ കഴിഞ്ഞുകൂടിയത് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഭാഗം പഴയ കാലത്തൊക്കെ ആ റസൂല് കൂടി എന്നുള്ള നിലയ്ക്ക് ത്യാഗം അനുഭവിച്ചുകൊണ്ട് പല രാജ്യക്കാരും വന്നിട്ട് ഹജ്ജിന് വന്നിട്ട് നാട്ടിലേക്ക് പോകാതെ അവിടേക്ക് പോയി താമസിച്ചിരുന്നു. കാരണം അവർ പ്രവാചകനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പട്ടിണി കടന്നിട്ടും പ്രയാസം അനുഭവിച്ചുകൊണ്ടും കഴിഞ്ഞു പോയിരുന്നു. അതിന്റെ പഴയ ഒരുപാട് വീടുകളുടെ ബാക്കി പത്രമാണ് കാണുന്നത്. ഗവൺമെന്റ് ഇവരൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഗവൺമെന്റ് ഫുള്ളായിട്ട് ഏറ്റെടുത്തിട്ട് പുതിയ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കക്കൂസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഇനി നമ്മൾ ഒരു 3-4 പള്ളി കാണാണ്ട് മസ്ജിദുർ റായ, മസ്ജിദ് സജറ, മസ്ജിദുൽ ജിന്ന് ആ പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാനോ ബർക്കത്തെടുക്കാനൊന്നുമില്ല. ആ പ്രദേശം നമ്മൾ കണ്ടുപോകുക എന്ന് മാത്രമേ ഉള്ളൂ ചരിത്രത്തിന്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക്.